അമേരിക്കക്കാരൻ, ഒരു റഷ്യക്കാരൻ, ഒരു ഓസ്ട്രിയക്കാരൻ എല്ലാവരും വീഡിയോ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഈ കുട്ടി പറയുന്ന സത്യമുണ്ട്. ഇൻ്റർവ്യൂ കഴിയുമ്പോൾ അതായത് ഇവർക്കാണെങ്കിൽ ഭയങ്കര ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം ഒരു വീഡിയോ ഇൻ്റർവ്യൂവിൽ ഇൻ്റർനാഷണൽ ലെവലിൽ പങ്കെടുക്കുന്നത്. അവിടെ ഫോണറ്റിസം അല്ലേ, അവരുടെ പ്രൊണൗൺസിയേഷൻസ് അല്ലേ, ഡിക്റ്റംസ്, ആക്സൻ്റൊക്കെ അവരുടേതല്ലേ. അപ്പോൾ അത് നമുക്ക് ക്യാച്ച് ചെയ്യുന്നത് മലയാളം, ഇംഗ്ലീഷിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടെങ്കിൽ മലയാളമല്ലേ നമ്മൾ ബേസിക്കായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ക്യാച്ചിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ ഇവർ പറയണത് ആ സമയത്ത് ഇത്രയും ഈ വീഡിയോ കോൺഫറൻസിൻ്റെ ഉള്ളിൽ എനിക്ക് നന്നായിട്ട് വളരെ കോൺഫിഡൻഷ്യലായിട്ട് എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു ധൈര്യം എൻ്റെ ഉള്ളിൽ അഭിഷേകമായി. നോട്ട് ദ പോയിൻറ്റ്, ഇതാണ് വിഷയം. ഇവിടെ അമ്മയും പണ്ട് പറഞ്ഞത് എന്താ, അതുതന്നെയല്ലേ പറഞ്ഞത്. അവരുടെ അമ്മ മരിച്ചപ്പോൾ അവർ ഡിപ്രഷനായിപ്പോയി, ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ധൈര്യം കിട്ടിയെന്ന്. ആ വാക്ക് തന്നെ ഇപ്പോൾ ഈ അവരുടെ മകളും പറയണത് എന്താണ്, ഈ റഷ്യക്കാരും അമേരിക്കക്കാരും ഓസ്ട്രിയക്കാരുമായിട്ട് ഞാൻ ഓൺലൈനിൽ വീഡിയോ കോൺഫറൻസ് നടത്തുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ധൈര്യം, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യണത്, പക്ഷേ എനിക്ക് ഇന്ന് വരെ കിട്ടാത്തൊരു ധൈര്യം എനിക്ക് കിട്ടി. ദാറ്റ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് ദി കവനൻറ്റ്. അതാണ് ഉടമ്പടിയുടെ ഒരു ഫലം. എന്താണ്? ശക്തനും ധീരനുമായിരിക്കുക. ഉടമ്പടി ചെയ്യുമ്പോൾ ജോഷുവയോട് ദൈവം ആദ്യം പറഞ്ഞത് എന്താണ്? റീഡ് ഇറ്റ്. ശക്തനും ധീരനുമായിരിക്കുക. പറഞ്ഞേ, ശക്തനും ധീരനുമായിരിക്കുക. ശക്തനും ധീരനുമായിരിക്കുക. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. അപ്പോൾ നീ ഭയപ്പെടണ്ട. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാഗ്ദാനം ചെയ്തിട്ടില്ലേ എന്നാണ് ചോദിക്കണതേ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? നിനക്ക് ഞാൻ വാഗ്ദാനം തന്നിട്ടില്ലേ? എന്താണ്? നീ ശക്തനായിരിക്കുക, ശക്തയായിരിക്കുക, ധീരയായിരിക്കുക, നീ ഭയപ്പെടേണ്ടെന്ന. എന്താ കാര്യം? ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഈ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതാണ് ഉടമ്പടിയുടെ മർമ്മം എന്ന് പറയുന്നത്. നിങ്ങളെ ഒരു ബ്ലെസ്സിങ്സിനെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ ഓവർ ബോധേഡ് ആകരുത്. അനുഗ്രഹത്തെക്കുറിച്ച് ആവശ്യമില്ലാത്ത രീതി ആശങ്കപ്പെടരുത്. ഉടമ്പടി ഏറ്റവും വലിയ അനുഗ്രഹം ദ പ്രസൻസ് ഓഫ് ഗോഡാണ്. എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് എപ്പോഴും നിങ്ങൾ മിനിമം വിശുദ്ധി സൂക്ഷിക്കണമെന്ന് എല്ലാ ഉടമ്പടി ധ്യാനത്തിലും പറയും. കാര്യം ജോഷുവയോട് ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴേ നമ്മൾ കൂടെയുള്ളവരാരാണ്? നമ്മുടെ കൂടെയുള്ളവരാരാണ്? മോസസിനോട് ആദ്യം ഉടമ്പടി ചെയ്യുമ്പോൾ മോസസിനെ കാണാൻ വേണ്ടി ദൈവം വരുമ്പോൾ ആദ്യം മോസസിനോട് പറയണത് എന്താ? നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് അല്ലേ? അപ്പോൾ പരിശുദ്ധനായ ദൈവത്തിൻ്റെ കൂടെയാണ് നിങ്ങൾ ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ടാണ് നമ്മളും പരിശുദ്ധമായിരിക്കേണ്ട ഒരു അവസ്ഥ വരണത്. നമ്മൾ പരിശുദ്ധമായിരിക്കേണ്ട അവസ്ഥ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് മാത്രമല്ല, പരിശുദ്ധിക്ക് സമയ ഷോർട്ടണിങ് നടത്താനുള്ള ഒരു കഴിവുണ്ട്. സമയച്ചുരുക്കം വരുത്താനുള്ള കഴിവ് നിങ്ങളുടെ വിശുദ്ധിക്കുണ്ട്. ആരെല്ലാം ബൈബിളിൽ വിശുദ്ധീകരിച്ചുണ്ടോ അവർക്കെല്ലാം സമയ ഷോർട്ടണിങ് സംഭവിച്ചിട്ടുണ്ട്. സക്കേബൂസ് വിശുദ്ധീകരിച്ച് തന്നെ ചെയ്ത അനീതിയെ ഏറ്റുപറഞ്ഞു, അതിന് പരിഹാരം ചെയ്യാമെന്ന് പറഞ്ഞു, തന്നെ അനുതപിച്ച് ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ടുഡേ, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. അപ്പോൾ അത് സമയച്ചുരുക്കമാണ് സംഭവിക്കുന്നത്. സമയച്ചുരുക്കവും വിശുദ്ധിയും തമ്മിൽ ബന്ധമുണ്ട്. നിങ്ങളുടെ സമയച്ചുരുങ്ങണില്ലെങ്കിൽ നിങ്ങളുടെ വിശുദ്ധി നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ വിശുദ്ധിയെ നിങ്ങൾ ഒരു ഇൻട്രോസ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. ആന്തരികമായിട്ട് ഒരു ശോധന ചെയ്യേണ്ടതാണ്. എൻ്റെ വിശുദ്ധ നിലവാരം എങ്ങനെയുണ്ട്? വാക്ക്, പ്രവൃത്തി, വിചാരങ്ങൾ, പിന്നെ സമർപ്പണ രീതികൾ എവിടെയില്ല. അപ്പോൾ നിങ്ങളോർക്കും വിശുദ്ധി കൊണ്ട് ദൈവത്തെ വിലക്ക് വാങ്ങിക്കാമോ എന്നല്ല. നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു പ്രീ റിക്വസിറ്റാണത്. അതാണ് എബ്രാഹത്തിനോട് ദൈവം പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? നീ എൻ്റെ മുമ്പാകെ കുറ്റമറ്റവനായിരിക്കണമെന്ന്. മനസ്സിലായില്ലേ? നീ എൻ്റെ മുമ്പാകെ നിൽക്കണം. പിന്നെന്താണ്? അത് 17:1 ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട വചനമാണ്. ഉൽപ്പത്തി 17:1. ശ്രുതികട്ടെ. അബ്രാഹത്തിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുൻപിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. അപ്പോൾ എൻ്റെ ഉടമ്പടി ചെയ്ത ആൾക്കാർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം
അവകാശമായി കിട്ടിയവർക്ക് എന്താ ചെയ്യേണ്ടത്? ഒന്ന്, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിക്കുക. രണ്ടാമത്തേത് എന്താണ്? കുറ്റമറ്റവനായിരിക്കുക, കുറ്റമറ്റവളായിരിക്കുക. നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു കുറ്റം കാണരുത്. കർത്താവ് കുറ്റം വിധിക്കാത്തവനാണ് ഭാഗ്യവാൻ. നിങ്ങളെ കുറ്റം വിധിക്കാത്തതല്ല പ്രശ്നം. കർത്താവ് കുറ്റം വിധിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാണ്. ഇപ്പം നമ്മൾ നിൻ്റെ സഹോദരന് നിന്നോട് ഒരു കെറിവ് ദേഷ്യം ഉണ്ടെന്ന് നീ കണ്ടാൽ കാഴ്ചവെച്ച് വസ്തു അവിടെ വെച്ചിട്ട് അവിടെ പോയി അവനോട് പോയി അനുരഞ്ജനപ്പെടാൻ പറഞ്ഞില്ലേ? അതെന്താ കാര്യം? നിൻ്റെ മുമ്പിൽ കുറ്റമില്ലല്ലോ. നിൻ്റെ മുമ്പിൽ നോക്കിയാൽ കുറ്റമില്ലത്. എന്താ കാര്യം? അയാളാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഞാനൊന്നും ചെയ്തില്ലല്ലോ, അയാളല്ല പ്രശ്നം ഉണ്ടാക്കിയത്. അതിന് ഞാനെന്തിനാ ചെയ്യാനാണ്? പക്ഷേ കർത്താവ് പറയണത് എന്താണ്? കർത്താവിൻ്റെ മുമ്പിൽ കുറ്റമറ്റവനായിരിക്കണമെന്നാണ് ഭാഗ്യവാൻ. നിൻ്റെ മുമ്പിൽ നീ ചിലപ്പോൾ കുറ്റമറ്റ ആളായിരിക്കും, നീ ചെയ്യുന്ന തെറ്റില്ലായിരിക്കും. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല. കർത്താവ് കുറ്റം വിധിക്കാത്ത വ്യക്തിയാണ് ഭാഗ്യവാൻ. റീഡ് ഇറ്റ്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റോമ 4:8. റോമ 4:8. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. അപ്പം നമ്മൾ ഭാഗ്യവതി എന്ന് കർത്താവ് എന്ന എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കുമെന്ന് അമ്മ പറഞ്ഞില്ലേ? എന്താ കാര്യം? കർത്താവ് കുറ്റം ചുമത്താത്ത ഒരാളാണ് അമ്മ. അപ്പം നിങ്ങളോർക്കും നിങ്ങളെയും കർത്താവ് കുറ്റം ചുമത്തല്ലേ, എന്നെയും ചുമത്തത്തില്ലായിരിക്കും. പക്ഷെ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന 99% ആൾക്കാരും കർത്താവ് കുറ്റം ചുമത്താൻ സാധ്യതയുണ്ട്. എന്ത് വകുപ്പിലാണ്? ഉടമ്പടി തെറ്റിച്ചുകൊണ്ടൊന്നുമല്ല. പാലം കയറുവോളം നാരായണ. പാലം കയറി കഴിഞ്ഞ് എന്ത് പറയുമെന്ന് അറിയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പാലം കയറുവോളം നാരായണ. ഉപവാസമെങ്കിൽ ഉപവാസം, പ്രാർത്ഥനയെങ്കിൽ പ്രാർത്ഥന, എന്ത് വേണം ചെയ്യാൻ തയ്യാറാകും. ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും പഴയ കാട്ടാളത്തിയായിട്ട് മാറും. അവിടെയാണ് പ്രശ്നം. നിങ്ങൾ ഉടമ്പടി വെച്ച വിഷയങ്ങളുമായി കർത്താവ് തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അവസ്ഥ ഓർക്കുമ്പോൾ കർത്താവിന് ഉള്ള ക്ഷമ പോകും. എന്താ കാര്യം? നമ്മൾ വീണ്ടും പഴയ വ്യക്തികളായി മാറും. എന്താ പഴയ വ്യക്തികളെന്ന് പറഞ്ഞാൽ? അർത്ഥമായി കൂപ്പ് നിൽക്കത്തില്ല, ആർക്കും ഒന്നും കൊടുക്കത്തില്ല, രോഗികളെ കണ്ട മൈൻഡ് ചെയ്യത്തില്ല, ആശുപത്രിയിൽ പോകത്തില്ല. അപ്പം നിങ്ങളിപ്പോൾ കാണിക്കുന്ന ഓരോ കാട്ടായം കാണുമ്പോൾ കർത്താവിനറിയാം, ചുമ്മാ ഇതൊക്കെ വെറുതെ ഇപ്പോഴത്തേക്ക് വേണ്ടിയുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലേ. ഇവളെ അനുഗ്രഹിച്ച് കഴിയുമ്പോൾ ഇവൾ പഴയ ആളായി മാറും. എന്താ കാര്യം? നമുക്ക് ജോലി കിട്ടിയിട്ട് നമുക്ക് പ്രതികാരം ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ജോലി കിട്ടിയിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു ലിഫ്റ്റ് കാണിക്കുകയാണ്, നമ്മളിപ്പോൾ ബൈക്കിൽ പോവാണ്, അവിടെ ലിഫ്റ്റ് കാണിച്ച് അവർ തിരക്കായ കൊണ്ട് ചിലപ്പോൾ അവിടെ തന്തക്ക് വായി കുടിക്കാൻ മേടിക്കാൻ പോവുകയായിരിക്കും. ചിലപ്പോൾ എന്തോ ആയിക്കോട്ടെ, അവർ വണ്ടിയെ കയറ്റിയില്ല. അതോടുകൂടി നമ്മൾ ഉടമ്പടി എടുത്ത് വെച്ചിട്ടുണ്ട്, ബൈക്ക് വാങ്ങിക്കണമെന്ന്, ഡ്യൂക്ക് തന്നെ വാങ്ങിക്കണം എഴുതി വെച്ചിരിക്കുകയാണ്. പണിയായില്ലേ? എന്തിനാണ്? അവനെ കാണിക്കാൻ വേണ്ടി അവൻ്റെ അടുത്ത് പത്രാസല്ലേ, അതിനു വേണ്ടി എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി അത് നീ ബൈക്ക് വാങ്ങിച്ചെന്ന് വിചാരിച്ചോ, നീയും അത് തന്നെ ചെയ്യും. നിന്നെ ബൈക്കൊക്കെ കയറ്റാത്ത കണ്ട് നീയും ഇനി ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെയും കയറ്റത്തില്ല. ഇത് കർത്താവിന് അറിയാം. ഇതൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യണം. ഞാൻ രക്ഷപ്പെട്ടാൽ ഞാൻ ആ പഴയ ആളായിട്ട് മാറിയിട്ട് പ്രതികാരമോ അതുപോലെ അതുപോലുള്ള ലോകത്താരുടെ നടപടിക്രമം എടുക്കുമെങ്കിൽ കർത്താവ് കുറ്റം ചുമത്തും നിങ്ങളാണ്. അവിടെ വിഷയം അതാണ് 8:4 പറയണത്. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാനെന്ന്. കർത്താവ് 4:8 കർത്താവ് കുറ്റം ചുമത്താത്തത്. ഉടമ്പടിയുടെ ഏറ്റവും വലിയ മർമ്മമാണത്. അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണമെങ്കിൽ നിന്ന് അനുഗ്രഹം തുടങ്ങും കർത്താവ്. ദൈവമേ, എനിക്ക് ജോലി കിട്ടിയ ഞാൻ വീണ്ടും എന്നെ വേദനിപ്പിച്ചവരുണ്ട്, എന്നെ കൂട്ടത്തിൽ കൊച്ചാക്കിയവരുണ്ട്, എന്നെ കളിയാക്കിയവരുണ്ട്. ചെറിയ ആൾക്കാർ പ്രസവിക്കാൻ നടക്കണത് എന്തിനാണെന്നറിയാവോ? അവർക്ക് പ്രസവിച്ച് മക്കളെ കിട്ടാൻ വേണ്ടിയല്ല, അവരെ മച്ചിയെന്ന് വിളിച്ചവർക്ക് രണ്ട് പറയാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? അവരെ ഈ ചിലപ്പോൾ മച്ചിയെന്നൊക്കെ വിളിക്കുമല്ലേ, അങ്ങനെ വിളിക്കും അങ്ങനെ. അപ്പോൾ അവരെ കരുതിക്കൂട്ടി വെച്ചേക്കാണ്. സ്വന്തം ഭർത്താവില്ലെങ്കിൽ ശരി, വേറെ ആരാലും ശരി, മക്കളുണ്ടായിട്ട് കാര്യമെന്ന് പറയും. അങ്ങനെ മനുഷ്യാരൂപി ഇങ്ങനെ കയറി വരും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കർത്താവിൻ്റെ മുമ്പിൽ 5:23 ലെവൽ കണ്ടില്ലേ?
മത്തായി 5:20 വായിച്ചേ. ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മത്തായി 5:23. 5:23. ആ, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ ഒന്ന് പറഞ്ഞേ. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. മറ്റുള്ളവരോട് സഹോദരങ്ങളോട് രമ്യപ്പെടുക. അത് നീ മൂലം ഉണ്ടായിട്ടുള്ള കുഴപ്പം അല്ലെങ്കിൽ പോലും, അവർ മൂലം ഉണ്ടായ കുഴപ്പമാണെങ്കിൽ പോലും നിങ്ങൾ രമ്യതയിലിരിക്കാനാണെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് വിഷയം. അപ്പോൾ അങ്ങനെ അല്ല എങ്കിൽ കർത്താവ് നിങ്ങളെ കുറ്റം ആരോപിക്കാൻ സാധ്യതയുണ്ട്. കാര്യം എന്താണ്? കർത്താവ് ബി ഹോളി ആസ് ഐ ആം ഹോളി. എബ്രാഹത്തിനോട് പറയുന്ന വാക്കുകളാണ്. ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കണം. ഇതൊരു പരിശുദ്ധിയിലേക്കുള്ള ഉടമ്പടി എപ്പോഴും ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്ക് ഓരോരോ കാര്യം സാധിച്ചെടുക്കാനുള്ള കുട്ടി ഉപായങ്ങളല്ല. ശരിക്കും പരിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. പരിശുദ്ധിയിലേക്കുള്ള വിളി അത് ബി പെർഫെക്റ്റ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ അതിനോട് ചേർന്ന് കർത്താവ് പറയുമ്പോഴും അതിന് മാറ്റം ഉണ്ടാക്കുന്നില്ല. പഴയ നിയമത്തിലുള്ളതാണ്. ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണമെന്ന് ദൈവം പറയണതാണ്. അത് ഈശോ വരുമ്പോഴും ശരിക്കും അത് ഈശോ അതുപോലെ തന്നെ 5:48 പറയുന്നുണ്ട്, ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. അപ്പോൾ അത് തന്നെ സെയിം വാക്കാണ്, തത്സമമായ വാക്കാണ്. പക്ഷേ എങ്കിലും ദൈവം ആ നിലപാടിൽ നിന്ന് മാറുന്നില്ല. നമ്മുടെ വിശുദ്ധി എന്നുള്ള നിലപാടിൽ നിന്ന് മാറുന്നില്ല. റീഡ് ഇറ്റ്. ശ്രുതികട. മത്തായി 5:48 നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അതിൻ്റെ മൂവ്മെൻറ്റ് കണ്ടില്ലേ? അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് നമ്മളെ സുവിശേഷത്തിൻ്റെ സ്നേഹസാക്ഷ്യം കൊടുത്ത് നമ്മൾ വളരുകയാണ്. നിങ്ങൾ അതിലൊന്ന് ലക്ഷ്യം വെച്ച് നോക്കിക്കേ. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് നമ്മൾ പ്രധാനപ്പെട്ട ഒരു മോട്ടോ ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ഉടമ്പടി പ്രകാരം മൂവ് ചെയ്യണത് കാണുമ്പോഴാണ് ബാക്കി ദൈവം സെറ്റ് ചെയ്യണത്. ഇപ്പോൾ ഈ സാക്ഷ്യത്തിൻ്റെ പോണത് എങ്ങനെയാണ്? ഇവരോട് ആ റഷ്യക്കാരൻ്റെ, അമേരിക്കാരൻ്റെയും ഓസ്ട്രേലിയക്കാരൻ്റെ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ ഉടനെ ഇവരോട് പറയുന്നത് വെച്ചാൽ 12 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് തരുമെന്ന് പറയും. 12 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് തരാമെന്ന് പറയും. അപ്പോൾ ഇവർക്ക് പേടിയാവും. കാര്യം തോറ്റ സർട്ടിഫിക്കറ്റിലെ കയ്യിരിക്കണത്. പിന്നെ എങ്ങനെ 12 മണിക്ക് എന്ത് റിസൾട്ട് കിട്ടിയാലും നമുക്ക് പണിയല്ലേ, ഒരു കഥയില്ലാത്ത കാര്യമായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട്. പിന്നെ പക്ഷേ 2 മണിക്കൂറിൽ റിസൾട്ട് വരും. യു ആർ പാസ്റ്റ് എന്ന്. യു ആർ പാസ്റ്റ്. ആ ഇൻ്റർവ്യൂവിൽ അവർ പാസ്സായെന്ന് 2 മണിക്കൂറിൽ റിസൾട്ട് വരും. അപ്പോൾ പാസ് വെച്ച് കഴിഞ്ഞാൽ വിയന്നയിൽ ഓസ്ട്രിയയിൽ വിയന്ന യൂണിവേഴ്സിറ്റിയിൽ ഇവർക്ക് PhDക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ്. ഇനി എന്താ പ്രശ്നം? ഇവരുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പിന്നെ എന്താ, ടീച്ചറെ കണ്ണൂർ പഠിപ്പിക്കാൻ കണ്ണൂരിൽ നിന്ന് എറണാകുളത്ത് വന്നിട്ട് അവർ കേരള യൂണിവേഴ്സിറ്റിയിൽ പോകും. കേരള യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ടീച്ചർ ഒരു അറ്റകൈ ചെയ്യും. ഉടമ്പടി എന്ന് പറയുന്നത് അറ്റകൈ പ്രയോഗം ചെയ്യണമല്ല, ചെയ്യാൻ അറിയണം. എന്താ പ്രശ്നം? യൂണിവേഴ്സിറ്റി മാർക്ക് ലിസ്റ്റ് തോറ്റിരിക്കുന്നതാണ്. ആ തോറ്റ മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് ഇവർ. പക്ഷേ ടീച്ചർ എന്താ ചെയ്യണത്? യൂണിവേഴ്സിറ്റിയുടെ തൂണിൻ്റെ താഴെ കൊണ്ട് ആൾക്കാർ ചവിട്ടാത്ത സ്ഥലം നോക്കിയിട്ട് ഉടമ്പടി ഉപ്പ് പ്രതിഷ്ഠിക്കോടെ. ദിസ് എ ടീച്ചർ ഈസ് ഡൂയിങ് ജീസസ്. നിങ്ങൾ ഇതിനകത്ത് നോക്കേണ്ടത് എന്താണ് അവർ ചെയ്യണം നോക്കണം. കാര്യം ഞങ്ങൾ ചിലപ്പോൾ ഉപ്പ് തരും, ചിലപ്പോൾ തൈലം തരും. പക്ഷേ എന്താ, അതെല്ലാം മീഡിയംസാണ്. നിങ്ങളുടെ വിശ്വാസം ഒരു കുറി നിങ്ങൾക്കത് പ്രഖ്യാപിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഈ മീഡിയം നിങ്ങളെ സഹായിക്കും. കാര്യം എന്താണ്? അതെല്ലാം ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ദൈവം നൽകിയിട്ടുള്ള സംഭവങ്ങളെയാണ്. ഉപ്പ്, അതുപോലെ തന്നെ തൈലം, ഇതൊക്കെ ദൈവം ഓരോരോ കാലത്ത് തൻ്റെ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ള ദൈവനിവേശിതമായ അനുഗ്രഹ അടയാളങ്ങൾക്കും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഇടപെടൽ സുനിശ്ചിതമാക്കാൻ വേണ്ടിയുള്ള നമ്മുടെ പ്രഖ്യാപനങ്ങളാണ്. ആഫ്റ്റർ ഓൾ നമ്മളുടെ ഈ വിശ്വാസം എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണത്? ബൈ പ്രൊക്ലെയിം ദ ഫെയ്ത്ത്, അല്ലേ? നമ്മുടെ വിശ്വാസം നമ്മൾ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യണത്? അത് വിശ്വാസം പ്രഖ്യാപിക്കുന്നതിലൂടെ. വിശ്വാസം നമുക്ക് അധരം കൊണ്ട് പ്രഖ്യാപിക്കാം, പിന്നെ ആക്ഷൻ കൊണ്ട് പ്രഖ്യാപിക്കാം. ടീച്ചർ എന്താണ് ചെയ്തിരിക്കണത്? ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി യൂണിവേഴ്സിറ്റി കവാടത്തിലിടും. കവാടത്തിലിട്ടും പറയും, കർത്താവേ, ഇവിടുന്ന് ഞാൻ ഇറങ്ങുമ്പോൾ പാസ്സായ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇറങ്ങാമെന്ന് ഞാൻ അനുവദിക്കാവൂ. ദിസ് ഈസ് ദ ഡിമാൻഡ്.
കാരണം എൻ്റെ മകൾ ആദ്യം മുതൽ പഠിക്കണതാണ്, 1-ാം ക്ലാസ് മുതൽ പഠിച്ച് കയറി വരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഫ്ലോപ്പ് സംഭവിച്ച് കാണും. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഈ പേപ്പർ പോയിരിക്കണത്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, നിങ്ങൾക്കറിയാമല്ലോ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ, ചില സമയത്ത് 2-3 ദിവസം കഴിയാതെ നമുക്ക് കറക്റ്റ് പേപ്പറും കിട്ടിക്കൊണ്ട് പോരാൻ പറ്റത്തില്ല. ഒരു പേപ്പറാണെങ്കിൽ പോലും ടീച്ചറിന് എത്ര പേപ്പർ വേണമെന്ന് അറിയാമോ? 5-6. കാര്യം യൂണിവേഴ്സിറ്റിയിലേക്ക് മൈഗ്രേഷൻ അല്ലേ, മൈഗ്രേഷൻ യൂണിവേഴ്സിറ്റിയിലേക്കാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ പേപ്പേഴ്സും വേണ്ടി വരും. അപ്പോൾ ആ പേപ്പറെല്ലാം മേടിക്കാൻ വേണ്ടിയാണ് ഇവർ വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തോട്ട സർട്ടിഫിക്കറ്റും അവരിവിടെ ഉടമ്പടി ഇപ്പോണ്ട് യൂണിവേഴ്സിറ്റി കവാടതലങ്ങൾ ഇട്ടിട്ട് ഒരു വിശ്വാസപ്രമാണം ചെല്ലും. വിശ്വാസപ്രമാണം എന്താണ്? യേശു കർത്താവാണ് എന്ന അത്തരം കൊണ്ട് ഏറ്റുപറയും. ദൈവനെ മരിച്ചൊന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. കാര്യം അവരെ ട്രെയിൻഡ് ചെയ്ത് വന്നതാണ്. അവിടെ അമ്മ ഉസ്താദായിരുന്നു, ഭയങ്കര വിശ്വാസത്തിൻ്റെ വലിയ ആളായിരുന്നു. ഒരു പഠന അധ്യാപിക പോലെയാണ് അവർ പറഞ്ഞത്. ജവമാലയും അതുപോലെ തന്നെ ദിവ്യകുർബാനയും ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തും നേടാമെന്ന് വിശ്വസിച്ച് ജീവിച്ച് കാണിച്ചതെന്ന അമ്മയാണ്. അമ്മ മരിച്ചപ്പോൾ ഇവർക്കൊരു ഭയമുണ്ടായി. ആ ഭയത്തെ സപ്പോർട്ട് ചെയ്യാൻ ഉടമ്പടിയിൽ പാക്കേജുണ്ട്. കാര്യം എന്താണ്? ഭയം ഉണ്ടായി. ആ ഭയത്തെ എങ്ങനെ മാറണത്? ഉടമ്പടി വഴിയാണ് ഭയം മാറണത്. കുർബാനയും ഒരു ഉടമ്പടിയാണ്. പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നിൻ്റെ ഭയം മാറേണ്ടതാണ്. പക്ഷേ നിനക്ക് അതിൻ്റെ അകത്ത് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യണില്ല. നീ ഒരു ആചാര അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് നീ അത് കുർബാന ഞാൻ പറയും നാക്കുകൊണ്ട് അടിച്ചു മാറണമെന്ന് പറയും. 100 പേര് കുർബാന സ്ഥിരിച്ചാൽ അതിൽ 80 പേര് നാക്കുകൊണ്ട് കുർബാന അടിച്ചു മാറുന്ന പാർട്ടിയാണ്. കാര്യം അവർ കുർബാനയാണെന്നറിയത്തില്ല, കുർബാന എന്താണെന്നറിയത്തില്ല. കുർബാനയ്ക്ക് വേണ്ടി ഒരു മനസ്സ് ഒരു 5 മിനിറ്റ് പോലും ഏകാഗ്രമായിട്ട് കർത്താവിനെ ഓർക്കണില്ല. അവർ കർത്താവിനെ കുറിച്ച് ചിന്തിക്കണില്ല, ആരാണ് വന്നെന്ന് ഓർക്കണില്ല. പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ പിന്നെ വേറെ ലോകത്തേക്ക് പോയിട്ട് അങ്ങനെ ഒരാളെ സ്വീകരിച്ചതിൻ്റെ തെളിവ് പോലും ഇല്ല. മരണം സംഭവിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മരണമെന്ന് പറയുന്നത് ഇന്നും നടക്കുന്നത് കുർബാന സ്വീകരിച്ച് പള്ളിക്ക് പുറത്തിറങ്ങുന്ന മനുഷ്യരുടെ മനസ്സിലാണ്. ശക്തനും ധീരനുമായിരിക്കുക. ആ ശക്തിയും ധീരതയും എല്ലാം ടീച്ചർ ഈ കവാടത്തിങ്കൽ പ്രഖ്യാപിക്കുകയാണ് ശരിക്കും. എന്താ പറയണത്? ഞാനിവിടുന്ന് പോകുമ്പോൾ കർത്താവ് നീ എനിക്കത് സർട്ടിഫിക്കറ്റ് തരും, ഞാനത് പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. അവരുടെ വിശ്വാസമാണ് സംഭവം. നിങ്ങൾക്കറിയാവില്ല വിശ്വാസം എന്ന് പറയണത് എന്താണ്? എന്തിനാണ് നമ്മൾ വിശ്വസിക്കണത്? വിശ്വസിക്കുന്നത് നമ്മൾ, പക്ഷേ എന്തിനാണ് നമ്മൾ വിശ്വസിക്കുന്നത്? എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്? നമ്മൾ വിശ്വസിക്കുന്നത് യേശു കർത്താവാണെന്നാണ്. ദിസ് ഈസ് ദ കോർ ഓഫ് എ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ കാമ്പെന്ന് പറയുന്നത് എന്താണ്? ജീസസ് ഈസ് ദ ലോർഡ്. യേശു കർത്താവാണ്. യൂണിവേഴ്സിറ്റിയുടെ ഡീനല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. എൻ്റെ മാർക്ക് ലിസ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന സൂപ്രണ്ടല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. ഇപ്പം ഞാനിവിടുന്ന് പോകുമ്പോൾ കർത്താവ് എനിക്ക് ജയിച്ച സർട്ടിഫിക്കറ്റ് തരും. ദാറ്റ് ഈസ് മൈ ഫെയ്ത്ത്. അതാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഉപ്പ് ഇൻസ്റ്റാൾ ചെയ്യണത്. വിശ്വാസ പ്രമാണം ചൊല്ലി. ഇതൊരു ആക്ടിവേഷനാണ്. വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യിക്കേണ്ടത് ഇതുപോലെ ചില നടപടിക്രമങ്ങളിലൂടെയാണ്. അതിൻ്റെ ബേസ് നീയും കർത്താവുമായിട്ട് എടുത്ത ഉടമ്പടിയും അതിലും ഉറപ്പിച്ച് നീ വിശുദ്ധിയോട് ജീവിക്കുന്നതാണ് നിൻ്റെ ക്ലെയിം. അങ്ങനെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും ഒത്തിരി. ഈ പരീക്ഷണങ്ങളെല്ലാം നമ്മളെ യേശുവിൽ ഉറപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. മനസ്സിലായില്ലേ? പരീക്ഷണങ്ങളുണ്ടാകും. അതാണ് അനേകം കഷ്ടപ്പാടുകളിലൂടെ ഉറച്ചു നിൽക്കണമെന്നും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. വെളിപാട് 3:10. വായിച്ചോളൂ. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. വെളിപാട് 3:10 ഒരു വചനമാണ് ഇപ്പോൾ കർത്താവ് തന്നത്. എന്താ വചനം? ഇത് വചനം വായിച്ചോളൂ. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ഏറ്റു പ്രാർത്ഥിച്ച് സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. ഇതൊരു വാഗ്ദാനമാണ്. ഞാൻ മുമ്പ് പറഞ്ഞു 8552 വാഗ്ദാനങ്ങൾ ഒന്നാണിത്. എന്താണ്? സകല ഭൂവാസികളെയും പരീക്ഷിക്കപ്പെടും. പക്ഷേ പരീക്ഷണ കാലത്ത് എന്താ സംഭവിക്കുന്നത്? പ്രോമിസ് എന്താണ്? ഒന്നിന് പറഞ്ഞോളൂ. പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ എന്തെങ്കിലും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഓർക്കുക,
ദൈവത്തിൻ്റെ സംരക്ഷണം അതിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടേ. ജോലിയായാലും കടമായാലും ഇനി ഗവൺമെൻറ് ഡോക്ടർ നോക്കിയിട്ട് ഹാർട്ടിന് ബ്ലോക്കാണെന്ന് പറഞ്ഞാലും ചിട്ടിക്കാരൻ വന്ന് വെച്ചും ജപ്തിയാണെന്ന് പറഞ്ഞാലും നമുക്കൊരു വാഗ്ദാനമുണ്ട്. എന്താണ്? പരീക്ഷകളുടെ സമയത്ത് ഭൂവാസികൾക്ക് എല്ലാം പരീക്ഷ ഉണ്ടാവുമല്ലോ, അല്ല എല്ലാ മനുഷ്യർക്കില്ല പരീക്ഷ. അതാണ് ഈ പറയണത്. വെളിപ്പാട് 3:10 ഒന്നിന് വായിച്ചോളൂ. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി എന്ന് പറഞ്ഞ് സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. ഞാൻ നിന്നെ സംരക്ഷിക്കും. മനസ്സിലായില്ല? അത് വാഗ്ദാനമാണ്. നിനക്കൊരു ഫ്ലോപ്പ് സംഭവിച്ചാൽ ഞാൻ നിന്നെ സംരക്ഷിക്കുമെന്ന് വാഗ്ദാനമാണ്. ഈ ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യം ഈ വാഗ്ദാനത്തിൽ നമ്മൾ അവകാശികളാകുകയും. മനസ്സിലായില്ലേ? ഇതാണ് സാധാരണ പ്രാർത്ഥനയും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. പല വ്യത്യാസങ്ങളുണ്ടായാലും ഒന്നിതാണ്. അതായത് ഉടമ്പടി വാഗ്ദാനങ്ങളെ നമ്മൾ അവകാശമാക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ പരീക്ഷണങ്ങൾ സാധാരണ എല്ലാ മനുഷ്യർക്കും പരീക്ഷണങ്ങൾ ഉണ്ടാകും. പക്ഷേ പരീക്ഷണം ഉണ്ടാകുമ്പോഴും നിന്നെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് കർത്താവ് വാക്ക് തന്നിട്ടുണ്ട്. അത് നമ്മുടെ വിശുദ്ധി നോക്കിയിട്ടൊന്നുമല്ല വാക്ക് തന്നിരിക്കുന്നത്. ആണോ? നെവർ നോട്ട്. പിന്നെന്താ സംഭവിച്ചിരിക്കുന്നത്? നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ വിശ്വസ്തനായിരിക്കും. എൻ്റെ പേര് വൈശാഖ്. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. എനിക്ക് വേണ്ടി ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത് എൻ്റെ വൈഫാണ്. ഇതാണ് എൻ്റെ വൈഫ്. പുള്ളിക്കാരുടെ പേര് അന്ന എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് എൻ്റെ വൈഫ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ ഇവളുടെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വരുമ്പോഴത്തേക്കും ഇവളാണ് ഉടമ്പടി എടുക്കാൻ വേണ്ടി പോകുന്നത്. ഞങ്ങളുടേതൊരു ഇൻ്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി ക്രിസ്ത്യനാണ്, ഞാൻ ഹിന്ദു ആണ്. അപ്പോൾ പുള്ളിക്കാരി ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി നേഴ്സാണ്, ഞാൻ അവിടെ ഒരു മറൈൻ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ പുള്ളിക്കാരി ഇവിടെ വന്നു ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. നമുക്ക് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ല, കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ പുള്ളിക്കാരി വന്ന് ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ശരി നീ ഉടമ്പടി എടുക്ക്, ഞാനിവിടെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരി ഉടമ്പടി എടുക്കാൻ വേണ്ടി പോയി. ഞാനിവിടെ ഇങ്ങനെ മാറി നിന്നിട്ട് ഞാനിവിടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവിടെ ആൾക്കാർ വരുന്നത്, ആൾക്കാർ കയറി ഇറങ്ങുന്നത്, ഓരോ ആൾക്കാർ ഓരോരോ സാക്ഷ്യം പറയുന്നത്. പക്ഷേ ഞാനിതിനെല്ലാം വലിയൊരു മുമ്പ് തന്നെ കൃപാസനത്തിൻ്റെ ട്രോൾ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് വിശ്വാസം എന്ന് പറയുന്നതേ ഇല്ലായിരുന്നു. ഞാൻ ഒന്നിനും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഞാൻ ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ എത്രത്തോളം ആൾക്കാർ വരുന്നു, എത്രത്തോളം വരുമാനം വരുന്നു, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. വളരെ വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എൻ്റെ മനസ്സിൽ അന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ വന്നു. തിരിച്ച് പുള്ളിക്കാരി വന്നു ഉടമ്പടി എടുത്ത് കഴിയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി നമുക്ക് പോകാമോ എന്ന് ചോദിച്ചു. പോകാമെന്ന് പറഞ്ഞു. നമ്മൾ തിരിച്ചുപോയി ഞങ്ങൾ ദുബായിക്ക് പോയി. നമുക്ക് വളരെ ശരിക്കും നമ്മൾ അന്ന് നാട്ടിൽ വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ദുബായിൽ നിന്ന് ഞങ്ങളൊരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ലോണിൽ ഒരു വീട് വച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ദൈവമാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നതെന്നുള്ളത് മറന്നുകൊണ്ടാണ് ജീവിച്ചിരുന്നത് സത്യം പറഞ്ഞാൽ. പക്ഷേ ഇവിടെ വരുമ്പോൾ പോലും അങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് ദൈവം ആ സമയത്ത് തന്നിട്ട് പോലും ഞാൻ നന്ദിയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ മിണ്ടാതെ ഇവിടുന്ന് ഒരു അനലൈസേഷനും ഒരു വാലിഡേഷനും ഒക്കെ ഇവിടെ നടത്തിയിട്ട് ഞാനങ്ങ് പോയി. തിരിച്ച് ദുബായി ചെന്ന് ഞാനങ്ങോട്ട് നമ്മുടെ നോർമൽ ജീവിതം അങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു ദിവസം ഇവളെന്നോട് പറഞ്ഞു, ഇവൾ നേഴ്സാണ്, ഇവളെന്നോട് പറഞ്ഞു എനിക്ക് നിൻ്റെ തൊണ്ടയിൽ ഒരു ചെറിയ മുഴ പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മുഴയോ? പറഞ്ഞാൽ മുഴ പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതിനെക്കാട്ടും കുറച്ചും കൂടെ വണ്ണമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് വണ്ണത്തിൻ്റെ ആയിരിക്കുമെന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ സാധാരണ അവിടെ ഒരു ക്ലിനിക്കിൽ പോയി ചെക്ക് ചെയ്തു. ദുബായിൽ ഒരു മെഡിസിൻ ഫെസിലിറ്റി ഒന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മുടെ നാട്ടിന് എത്ര അഡ്വാൻസ്ഡ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോഴത്തേക്കും അവരും പറഞ്ഞു ഇത് വലിയ ഇതായിട്ട് തോന്നുന്നില്ല, നിങ്ങൾ വെയിറ്റ് ഒബിസിറ്റി ആണ്, നിങ്ങൾക്ക് കൂടുതൽ വെയിറ്റ് ഉണ്ട്, നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങ് വിട്ടു. അപ്പോൾ ഞാൻ വെയിറ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരത്തി വീണ്ടും എന്നെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞില്ല എനിക്ക് എന്തോ ചെറിയൊരു സംശയം, ചെറിയ മുഴ പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി വേറൊരു നല്ലൊരു ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പോഴത്തേനും ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു FNAC ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു FNAC ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പോൾ പറഞ്ഞു ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ഓക്കെ ശരി എങ്കിൽ FNAC ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ FNAC ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴത്തേനും പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, നേഴ്സായതുകൊണ്ട് തന്നെ അവളെന്നോട് പറഞ്ഞു നാട്ടിൽ ജസ്റ്റ് പോയി ചെയ്തേക്ക്, ഇവിടെ നിന്ന് ചെയ്യണം, നാട്ടിൽ പോയി ചെയ്തേക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നാട്ടിൽ പോകണോ? അവർ പറഞ്ഞു നാട്ടിൽ പോകാം. ഞാൻ പറഞ്ഞു നമുക്ക് ഇപ്പം വീട് വാങ്ങിച്ചേ ഉള്ളൂ, ഇപ്പം പെട്ടെന്ന് നാട്ടിലേക്ക് പോയി ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ ജോലിയെ ബാധിക്കും, ലീവ് കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു ഇല്ല നീ ഒന്ന് നാട്ടിൽ പോയി ഒന്ന് ചെയ്തിട്ട് വാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എങ്കിൽ നാട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഇവിടെ വന്നു. ഇതൊക്കെ വിത്തിൻ സ്പാൻ ഓഫ് ടൈമാണ്, ചെറിയ സമയത്തിനിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ നാട്ടിൽ വന്നു ചെക്ക് ചെയ്തപ്പോഴത്തേനും അവർ പറഞ്ഞു എമർജൻസി ആയിട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ മുകളിലാണ്
മുഴയുള്ളത്. അപ്പോൾ എമർജൻസി ആയിട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം വലിയ കാര്യമായിട്ട് എടുത്തില്ല. ഞാൻ പറഞ്ഞു നമുക്ക് വേറെ ഡോക്ടറെ കൂടെ കാണാമെന്ന് പറഞ്ഞു. ഞാൻ വേറെ ഡോക്ടറെ പോയി കണ്ടു. വേറെ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല സർജറി ചെയ്തേ പറ്റുള്ളൂ. അൾട്രാസൗണ്ട് ചെയ്തപ്പോഴത്തേക്കും തൈറോയ്ഡ് ഗ്ലാൻഡ് മുകളിലൊക്കെ നോഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ ബെറ്റർ നമുക്കത് മൊത്തത്തിൽ അങ്ങ് എടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇത് ചെക്ക് സർജറി ചെയ്യാൻ വേണ്ടി എല്ലാം തീരുമാനിച്ചു. കാരണം അപ്പോഴും ഞാൻ ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ലോണുണ്ട്, ലീവ് എടുത്തു കഴിഞ്ഞാൽ സാലറി കിട്ടത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർജറി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, ഉറപ്പിച്ചു ഓക്കെ സർജറി ചെയ്യാം. സർജറി ചെയ്തു, തൈറോയ്ഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്തിട്ട് സാമ്പിൾ അയച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് ബയോപ്സി റിപ്പോർട്ട് വന്നു, ക്യാൻസറൽ സെൽസ് ഉണ്ടെന്ന്, അതായത് തൈറോയ്ഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ ഡൗണായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഒരു രക്ഷയില്ല. എന്താണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി എൻ്റെ കൂടെയില്ല, പുള്ളിക്കാരി അങ്ങാണ്, ദുബായിലാണ്. ഞാൻ മാത്രമാണ് വന്ന് ചെയ്തത്. അപ്പോൾ ഇവിടെ വന്ന് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഏതാണ്ട് സർജറിയും റെസ്റ്റും ബയോപ്സി റിപ്പോർട്ട് വരാനും എല്ലാം കൂടി ചേർത്ത് ഒരു 1.5-2 മാസത്തോളം സമയമെടുത്തു. അപ്പോൾ ഞാനങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ നിൽക്കുമ്പോൾ എൻ്റെ വീട്ടിലൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് ഹാർട്ട് പേഷ്യൻ്റാണ്. അമ്മയെന്ന് പറഞ്ഞാൽ ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ള ഒരാളാണ്. അനിയനെന്ന് പറഞ്ഞാൽ സംസാരിക്കില്ല. പുതിയ വീടുണ്ട്, ലോണുണ്ട്, ബാധ്യതകൾ നിറഞ്ഞു നിൽക്കുന്നു. എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. ഇവളോട് പറയാനും വയ്യ, ഇവളവിടെ നിൽക്കുകയല്ലേ, എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അപ്പോഴും ഞാൻ മുന്നേ എനിക്ക് നല്ലൊരു ജോലി കിട്ടുന്ന ആ ഒരു സമയം വരെയൊക്കെ ഞാൻ അത്യാവശ്യം ബൈബിൾ വായിക്കുമായിരുന്നു. ഞാൻ ദൈവത്തോട് അത്യാവശ്യം നന്ദി കാണിക്കുന്നൊരു വ്യക്തിയായിരുന്നു. മനുഷ്യൻ്റെ അഹങ്കാരം തന്നെയാണ് എനിക്കത് കുറച്ച് കൂടുതലുമായിരുന്നു ആ സമയത്ത്. ഒരു കുഴപ്പമില്ലാത്ത ജോലി ഉണ്ട് എന്നുള്ളൊരു അഹങ്കാരം തന്നെയാണ്, ഞാനത് അംഗീകരിക്കുന്നു ഇന്നും. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ബൈബിൾ വീണ്ടും തുറക്കുമ്പം എനിക്ക് കിട്ടുന്ന വചനം എന്ന് പറഞ്ഞാൽ അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് നിന്നോട് കരുണ തോന്നുന്നു. അപ്പോൾ ഞാൻ വീണ്ടും പഴയതുപോലായി. സത്യം പറയാലോ, ഞാൻ പഴയതുപോലായി. ഞാൻ ഇവളത്തെ കാര്യം പറഞ്ഞു തുടങ്ങി. ഇവൾക്ക് ഫുൾ ഡെസ്പായി. ഇവളവിടെ ഒരുമാതിരി ഡിപ്രഷൻ പോലെ ആയി. ഇവളവിടെ, ഞാനിവിടെ, എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. പുള്ളിക്കാരുടെ വീട്ടിലാണെങ്കിലും അച്ഛനമ്മയും എല്ലാവരും ഏജായിട്ടുള്ള ആൾക്കാരാണ്. പുള്ളിക്കാരുടെ ചേച്ചിയുണ്ട്, പുള്ളിക്കാരുടെ ചേച്ചി പക്ഷേ ഇവിടെ അല്ല, അവരെല്ലാവരും UK നാണ്. അപ്പം എനിക്ക് അപ്പുറത്തെ സൈഡിലും ഫാദർ ഇൻ ലോയുടെ അടുത്ത് മദർ ഇൻ ലോ അടുത്ത് അങ്ങനെയൊന്നും ആരുടെ പറയാൻ പറ്റത്തില്ല. എൻ്റെ അനിയൻ്റെ അടുത്ത് പോലും എനിക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവനും സംസാര ശേഷിയില്ലാത്ത ഒരാളാണ്. മൊത്തത്തിൽ ജീവിതം സ്റ്റക്കാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഡോക്ടർ പറയുന്നത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇത്രയൊക്കെ വെച്ച് കാശാവും, ഇത്രയൊക്കെയാണ് ഇതിൻ്റെ എമൗണ്ട് ആവാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു ബാക്കപ്പ് കൺസിഡർ ചെയ്ത് പോകുന്നതാണ്. ഒരു എമർജൻസി ആയിട്ട് ഒരു ഇതേപോലെ ഒരു മെഡിക്കൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും. അപ്പോൾ കാരണം നമ്മുടേത് ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരുടെ ഫാമിലി എല്ലാവരും ഞങ്ങളുമായിട്ട് നല്ല സഹകരണത്തിലാണിപ്പോൾ. ആണെങ്കിൽ കൂടെ തന്നെ നാളെ ഒരു സാഹചര്യത്തിൽ എന്നെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പുള്ളിക്കാരി ഒറ്റയ്ക്കായി പോയി ഞാൻ എന്ത് ചെയ്യും. അപ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയം മുതൽ തന്നെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്ന് ഓക്കെ ഇത് വെച്ച് കുഴപ്പമില്ല, ഇതിലെല്ലാം കാര്യങ്ങൾ നടക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ അന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഒരു 1.5 ലക്ഷം രൂപയുടെ കാണും മാക്സിമം. പക്ഷേ ട്രീറ്റ്മെൻറ്റിന് കൂടുതൽ കാശാവും. അവസാനം ഞാൻ കടമൊക്കെ വാങ്ങിച്ചു, അവിടെ ഇവിടെ നിന്നൊക്കെ പൈസയൊക്കെ വാങ്ങിച്ചു. ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഐസൊലേഷൻ പോയി. ആരെയും കാണാൻ പറ്റില്ല, ആരോട് സംസാരിക്കാൻ പറ്റില്ല, എൻ്റെ അടുത്ത് വരാൻ ആർക്കും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് ഞാൻ വീണ്ടും ബൈബിൾ വായിക്കാൻ തുടങ്ങി, കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ആ രണ്ട് ദിവസം മൊത്തത്തിൽ ഞാൻ ഐസൊലേഷനിലായിരുന്നു. 2 ദിവസവും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവിനോട് ഒത്തിരിയും പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ ഫ്രണ്ടിൽ വേറെ ഓപ്ഷൻ ഇല്ല, എനിക്ക് കയറി വന്നേ പറ്റൂ. അങ്ങനെ ഞാൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഫസ്റ്റ് ലെവൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, ഇനി സെക്കൻഡ് ലെവൽ നമുക്ക് ഇതിൻ്റെ സ്കാനിങ് വരും. പക്ഷേ നോർമൽ ലൈഫ് നിങ്ങൾക്ക് ലീഡ് ചെയ്യാം, നിങ്ങൾക്ക് പോകാം, തിരിച്ച് ദുബായിക്ക് പോകാം, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് പോകുന്നതിന് മുന്നേ ഞാൻ ഇവളോട് പറഞ്ഞു, ഇല്ല എനിക്ക് കൃപാസനം പോകണം, നമുക്ക് കൃപാസനത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണം, അതിനുശേഷം നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു.
അപ്പോൾ എന്നോട് എല്ലാവരും വഴക്ക് പറഞ്ഞു, ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. കാരണം ഈവൻ ഞാൻ എയർപോർട്ടിൽ പോയാൽ വരെ തൈറോയിഡ് പേഷ്യൻസിനൊക്കെ അറിയാൻ പറ്റും. നമ്മൾ റേഡിയേഷൻ എയർപോർട്ടിൽ വരെ നമ്മളെ സ്കാൻ ചെയ്ത് പിടിച്ച് നിർത്തും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ പെട്ടെന്ന് കൃപാസനത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു. ഞാൻ ലീവ് കമ്പനിയിൽ എക്സ്ട്രാ ചോദിച്ചു. ഓക്കെ, അവർ കമ്പനി എനിക്ക് സാങ്ഷൻ ചെയ്ത് തന്നു. ഞാൻ വെയിറ്റ് ചെയ്തു. എല്ലാം കംപ്ലീറ്റ്ലി റിക്കവർ ആയതിനു ശേഷം ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ എത്തുമ്പോൾ ലേറ്റായി. അപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഇനി ഞാൻ അഹങ്കാരിയാവല്ല്. ഇനി എനിക്ക് നിത്യതയിൽ ജീവിക്കാൻ പറ്റണം. അടുത്ത തവണ എനിക്ക് വരുമ്പം എന്നെ ഉടമ്പടി എടുക്കാൻ യോഗ്യനാക്കി തരണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോയി. പക്ഷേ ഞാൻ അച്ഛൻ്റെ ധ്യാനം കേൾക്കുമായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇതെല്ലാം ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേനും അറിയാമല്ലോ, ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കരമായ സ്റ്റക്ക്, ഫിനാൻഷ്യലി ഭയങ്കര ടൈറ്റ്, ഒരു രക്ഷയില്ല. ഭയങ്കരമായ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ നിൽക്കുമ്പോഴത്തേക്കും 2024 സ്റ്റാർട്ടിങ് തൊട്ട് ഇതാണ് അവസ്ഥ. ആ ഒരു സാഹചര്യത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്നെക്കൊണ്ട് ആ സമയത്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. എല്ലാ ശനിയാഴ്ചകളിലും നമ്മൾ ഉപവാസമായിരിക്കും. അപ്പോൾ എനിക്ക് ആ സമയത്ത് കൊളസ്ട്രോളും ഉണ്ട്. ഇവൾ നേഴ്സായത് കാരണം തന്നെ ഇവൾ രാത്രിയൊക്കെ എനിക്ക് സലാഡും കാര്യങ്ങളൊക്കെ തരത്തുള്ളൂ, വേറൊന്നും അങ്ങനെ തരത്തൊന്നുമില്ല. ഡയറ്റുണ്ട്, ഈ ട്രീറ്റ്മെൻറ്റ് ഭാഗത്തായിട്ടുള്ള സെപ്പറേറ്റ് വേറെ ഡയറ്റുണ്ട്. അപ്പോൾ അതെല്ലാം ഫോളോ ചെയ്യും. പക്ഷേ ഫിനാൻഷ്യലി ഞങ്ങൾ ഭയങ്കര ഡയറ്റാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പോലും ആ സമയത്താണ് അവിടെ നോമ്പ് നടക്കുന്നത്. അവിടെ നോമ്പിൻ്റെ ആ ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ പറഞ്ഞിട്ട് നമ്മളതിലിപ്പം ഒരു ദിറംസ് അല്ലെങ്കിൽ 2 ദിറംസ് ആണെന്നുണ്ടെങ്കിൽ പോലും തന്നെ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും, കാരണം ആ സമയത്തൊക്കെ നമുക്ക് ഒത്തിരിയും ആൾക്കാരെ കാണാൻ പറ്റും, വിശന്ന് വലഞ്ഞിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളവരെ നമുക്ക് സഹായിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇവൾ എൻ്റെ കൂടെ തന്നെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഒരു ദിവസം ഇതുപോലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേനും വളരെ ക്ഷീണിച്ച് അവശനായി നിൽക്കുന്ന ഒരാൾ എന്നോട് വന്ന് ഇങ്ങനെ ചോദിച്ചു, എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തരാമോ എന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ 10 ദിറംസേ ഉള്ളൂ, ആകെ 10 ദിറംസേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ വിളിച്ച് ചോദിച്ചു, നമുക്ക് രാത്രി കഴിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞു, നീ ഡയറ്റല്ലേ, അപ്പോൾ സലാഡാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ, എനിക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് കാണും, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരി, ഞാൻ പുള്ളിക്ക് ഒരു ഭക്ഷണം വാങ്ങിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ 10 ദിറംസിൻ്റെ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു. പുള്ളി പോയി, ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. പക്ഷേ ആ പുള്ളി ഭയങ്കരമായിട്ട് സന്തോഷിച്ചു, എന്നെ തലയൊക്കെ വെച്ച് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു. ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ തിരിച്ച് വീടെത്തി. നമ്മൾ വൈകുന്നേരം സായന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ഇന്നിങ്ങനെ ഒരു സഹായം ചെയ്യാൻ പറ്റുമോ? ഒത്തിരി സന്തോഷമുണ്ട്. കൂടുതലും സന്തോഷം എന്ന് പറഞ്ഞാൽ പുള്ളി എൻ്റെ തലയൊക്കെ വെച്ച് എന്നെ അനുഗ്രഹിച്ച്, അതിലെനിക്ക് ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞ് ഞാൻ ഇവളെടുത്ത് ആ കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കിടക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേനും എന്നെ ഓഫീസിൽ നിന്ന് തന്നെ വിളിക്കുകയാണ്. അപ്പോൾ എന്നെ ഓഫീസിൽ തന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, വൈശാഖേ ഇൻഷുറൻസ് അപ്രൂവ് ആയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല സാർ, ഇൻഷുറൻസ് അപ്രൂവ് ആയില്ല, ഇൻഷുറൻസ് ഇങ്ങനെ ഒരു ചെറിയൊരു ഇഷ്യൂ പറഞ്ഞു, അവർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു, ചെയ്യാൻ പറ്റത്തില്ല, ഔട്ട്സൈഡ് UAE ആണ് ചെയ്തുകൊണ്ട് അവർക്ക് അപ്രൂവ് ആവത്തില്ല എന്ന് പറഞ്ഞു. ഓക്കെ ശരി, ഞാനൊരു 10,000 ദിറംസ് എൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ 10 ദിറംസ് കൊടുത്തപ്പോൾ അത് അവർക്ക് 10,000 ദിറംസ് തന്നു. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയ മാതാവിൻ്റെ അനുഗ്രഹമാണ്. എനിക്ക് ലോൺ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് തുടങ്ങിയാണ് എൻ്റെ ലോൺ മാതാവ് തീർത്ത് തന്നു. എനിക്ക് നാട്ടിലോട്ട് ഫർദർ ട്രീറ്റ്മെൻറ്റിന് വരണമായിരുന്നു. ഫർദർ ട്രീറ്റ്മെൻറ്റ് നാട്ടിലോട്ട് ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ട്രീറ്റ്മെൻറ്റ് ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ കാശ് വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ കുറച്ച് നാൾ എക്സ്ട്രാ നിൽക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ചു. അങ്ങനെ ഞാൻ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഇൻഷുറൻസ് കമ്പനി തന്നെ വിളിക്കുകയാണ്, നിങ്ങളുടെ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് അപ്രൂവ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഫർദർ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തോളാം. അപ്പോൾ തന്നെ എൻ്റെ ലോൺ എമൗണ്ടിൻ്റെ ഒരു നല്ലൊരു ഭൂരിഭാഗം എമൗണ്ടും ഇൻഷുറൻസ് കമ്പനി ക്ലോസ് ചെയ്തു, മൊത്തത്തിൽ ക്ലോസ് ചെയ്തു. അതൊരു വലിയ അനുഗ്രഹം, മാതാവിൻ്റെ വലിയ അനുഗ്രഹം. അത് കഴിഞ്ഞു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഞാനിവിടെ വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, നമുക്ക് 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും സ്കാനിങ് ആണ്, ഫസ്റ്റ് സ്കാനിങ് ആണ്. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, നമ്മൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, നമുക്ക് കൃപാസനം വരെ പോവാം. അപ്പം ഇവള് പറഞ്ഞു ലേറ്റ് ആവില്ലേ, നമ്മളിപ്പോൾ അവിടെ പോകുമ്പോൾ ലേറ്റ് ആവില്ലേ, കൃപാസനത്തിൽ പോയി ലേറ്റായി ഇനി ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നീ പിന്നെ അതൊരു വിഷമമായിട്ട് നീ കൊണ്ടു നടക്കും. ഞാൻ പറഞ്ഞില്ല, മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്, എനിക്ക് നിത്യതയിൽ ജീവിക്കാൻ പറ്റണം, അടുത്ത പ്രാവശ്യം എന്നെ ഉടമ്പടി എടുക്കാൻ യോഗ്യരാക്കണം, എനിക്ക് ഇവിടെ വരുമ്പോൾ ഉടമ്പടി എടുക്കാൻ പറ്റണം, ഇതാണ് എൻ്റെ ആഗ്രഹം. അപ്പം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ നമ്മളിവിടെ വന്നു. അന്ന് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റി. എൻ്റെ തൊട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സ്കാനിങ് ആണ്, അത് റിപ്പോർട്ട് വരണം.
അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു, ഡേറ്റ് ഇട്ടു. 30 ഓഗസ്റ്റ് 30 ഡേറ്റ് ഇട്ട് ഞാൻ ഇവിടെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഉടമ്പടി നിയോഗമാക്കി വെച്ചു. എല്ലാം കഴിഞ്ഞു. സ്കാനിങ്ങിന് പോയി. സ്കാനിങ് കഴിഞ്ഞു. റിപ്പോർട്ട് വന്നു, നെഗറ്റീവ്. റിപ്പോർട്ട് നെഗറ്റീവാണ്, ക്യാൻസർ ഇല്ല. ഒത്തിരി നന്ദി മാതാവിന്, ഒത്തിരി നന്ദി. എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെ താങ്ങി നിർത്തുന്നത് എനിക്ക് നന്ദി ഇല്ല. നന്ദി എന്നല്ല, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ആരും ഇത്രയും സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ കൊണ്ട് നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാവ് കൊണ്ട് നടക്കും. അതൊരു സത്യമാണ്, ഞാൻ അനുഭവിച്ചതാണ്. ഇന്ന് എൻ്റെ ഭാര്യ വീണ്ടും ഉടമ്പടി പുതുക്കി. അപ്പോഴേക്ക് ഞാൻ അവളോട് ഒന്നേ പറഞ്ഞോളൂ, നീ ഉടമ്പടി പുതുക്കുമ്പോൾ നീ വെക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, മരണം വരെയും നമുക്ക് ഉടമ്പടിയിൽ ജീവിക്കാൻ പറ്റണം. അത് മാത്രം നീ വയ്ക്കണം. ബാക്കിയൊക്കെ നിൻ്റെ ഇഷ്ടമുള്ള നിയോഗം നിനക്ക് വയ്ക്കാം. ഇത് ഞാൻ അവളോട് പറഞ്ഞു. അവളത് വയ്ക്കുകയും ചെയ്തു. തുടർന്ന് നമുക്കങ്ങനെ പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. മാതാവ് ഞങ്ങളെ തുടർന്നും അനുഗ്രഹിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇവൾ കുറച്ച് ഷൈ ആണ്, അതുകൊണ്ടാണ് ഇവളിങ്ങനെ സംസാരിക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവൾക്കും കൂടെ വേണ്ടി ഞാൻ ഈ പറയുന്നത്. നന്ദി. സ്നേഹം നിറഞ്ഞവരെ, വൈശാഖ് എന്ന സഹോദരനും ഭാര്യയുമാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുന്നത്. കൃപാസനത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് ഈശോയുടെ ജീവിതത്തിലെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ദൈവരഹസ്യങ്ങളെ ധ്യാനിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മളൊരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഉടമ്പടി എടുക്കുവാനായിട്ട് ജീവിത പ്രശ്നങ്ങളുമായിട്ട് നൊമ്പരങ്ങളുമായിട്ട് കടന്നു വരുന്ന ഒത്തിരിയേറെ വ്യക്തികളെ കാണുവാനായിട്ട് സാധിക്കും. വേറൊരു വശത്തേക്ക് നോക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുൻപിൽ ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം പ്രാർത്ഥിച്ച് അനുഗ്രഹം സ്വീകരിച്ച് കടന്നു പോകുന്ന വേറെ വ്യക്തികളെ കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷം പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒത്തിരി പേര് തങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി വഴിയായി പരിശുദ്ധ അമ്മയിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി സൂചകമായിട്ട് ജീവിതം മുഴുവൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുന്നവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈശോയുടെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഈ ദിവ്യരഹസ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രാർത്ഥനാ കേന്ദ്രമാണ് കൃപാസനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണവും പരിശുദ്ധ അമ്മയുടെ വലിയ കരുതലും മാതൃസഹജമായിട്ടുള്ള വാത്സല്യവും ലഭിക്കും എന്നുള്ളതും ഈ സാക്ഷ്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. ഈ സഹോദരൻ നമ്മളോട് പറഞ്ഞു, ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു സഹോദരൻ. ഈ സഹോദരൻ പറയുകയാണ്, നിത്യതയോളം എന്നെ ഉടമ്പടി കൊണ്ടുപോകുവാനായിട്ട് ഉടമ്പടി ജീവിതത്തിലൂടെ ജീവിച്ചു പോകുമ്പോൾ എനിക്കത് വലിയ കാര്യമാകുന്നു, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ നിൽക്കണം, ദൈവത്തോടൊപ്പം നിത്യതയിലായിരിക്കണം എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് എനിക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചു എന്ന് പറയുമ്പോൾ ഉടമ്പടി എത്രത്തോളം ആഴമായിട്ട് ഒരു വ്യക്തിയെ സ്പർശിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം. ഇനിയുള്ള ജീവിതകാലം കൂടുതൽ അനുഗ്രഹത്തോടുകൂടി പരിശുദ്ധ അമ്മയുടെ മാതൃസഹജമായിട്ടുള്ള വാത്സല്യത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം.